ഇന്ന് നമ്മളുള്ളത് മാനന്തവാടിയിലാണ്. നമ്മളിന്ന് നമ്മുടെ കൂടെയുള്ള വേറൊരു വണ്ടിയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്ന് നമുക്ക് ഒരു ലോഡ് മെറ്റലും ഒരു ലോഡ് 1.5 ഇഞ്ച് 2 ലോഡ് എംസാൻഡ് അങ്ങനെ ഒരു 4 ലോഡിനുള്ള ഓർഡർ ഇന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് മാനന്തവാടി എക്സൽ യാർഡിൽ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത്. അത് 200 രൂപയാണ് നമ്മളിന്ന് എടുക്കുന്നത്. മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട്. മഴയില്ല ഇപ്പം അങ്ങോട്ട്. നല്ലോണം സാധാ വേനൽക്കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ളൊരു കാലാവസ്ഥ. പക്ഷെ പണികളൊക്കെ ഒന്ന് അനങ്ങി വരുന്നേ ഉള്ളൂ. കാരണം മണ്ണൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. അപ്പോൾ പണികളൊക്കെ ഒന്ന് അത്യാവശ്യം മെല്ലെ അനങ്ങി വരുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മാനന്തവാടിയിൽ നിന്ന് തവിഞ്ഞാല് വഴി വാളാട് പേരിയ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡൊക്കെ മലയോര ഹൈവേൻ്റെ ഭാഗമായിട്ട് ഫുള്ള് നവീകരിച്ചിട്ടുള്ള റോഡുകളാണ്. നമ്മുടെ പഴയ എക്സൽ യാർഡിൽ നിന്ന് പിന്നെ ഒരു 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ പുതിയ യാർഡ് വന്നേക്കുന്നത്. അവിടുത്തെ പേപ്പർ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയ യാർഡാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാർഡ്, എക്സലിൻ്റെ പുതിയ യാർഡാണിത്. വണ്ടികൾ ഒരുപാടുണ്ട്, സീസണായി വരുന്നുണ്ട്. അപ്പോൾ തിരക്കാവുന്നതിൻ്റെ ഒരു മാറ്റം കാണാനുണ്ട്. യാർഡുകളിലൊക്കെ അത്യാവശ്യം തിരക്കായി, സാധനങ്ങളൊക്കെ അത്യാവശ്യം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് ഇപ്പോൾ എടുക്കുന്നത് എംസാൻഡാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇവിടെ എംസാൻഡ് 2 ക്വാളിറ്റി ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് ഉണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള എംസാൻഡാണ് ഇപ്പോൾ എടുക്കുന്നത്. എംസാൻഡ് തന്നെ ഒരു 3 വണ്ടികൾ നിലവിൽ അവിടെ വെയിറ്റിംഗ് ഉണ്ട്. ഇതിപ്പോൾ ഈ 2 വണ്ടി ഓൾറെഡി അവിടെ എംസാൻഡ് കയറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ യാർഡിൽ നിലവിൽ 2 JCB ഈ യാർഡിലുണ്ട്. ഇന്നിപ്പോൾ ഒരു JCB ഉള്ളൂ. ഒരു JCB പണിക്ക് പോയതുകൊണ്ട് അതിൻ്റെ തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. എംസാൻഡ് മെറ്റൽ സാധനങ്ങളൊക്കെ ഏകദേശം സ്റ്റോക്ക് തീരാനായിക്കൊണ്ടിരിക്കുന്ന ഇതാണിപ്പോൾ. ഒന്നാതിപ്പോൾ രാവിലെ സമയം 10 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പം തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി. വണ്ടികൾ ലോഡും കൊണ്ട് വരുന്നുണ്ട്, പക്ഷേ ഇറക്കുന്ന സാധനങ്ങളൊക്കെ അപ്പം തീർന്നു പോകണം. അപ്പോൾ അതിന് അത്യാവശ്യം ഓർഡർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഏഷ്യർ വണ്ടികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ നമ്മൾ ലോഡ് കയറ്റുന്ന നമ്മുടെ വണ്ടി ഏഷ്യൻ്റെ 2018 എംബൂസ്റ്റർ വണ്ടിയാണത്. എൻ്റെ കൂടെ ഉള്ളതും ഒരു ഏഷ്യർ വണ്ടിയാണ്. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ള വണ്ടികൾ ഏഷ്യർ തന്നെയാണ്. ഇപ്പോൾ കുറേ മസ്താൻ്റെ GS വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യറിൻ്റെ വണ്ടികൾ തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന എംസാൻഡിന് ഇവിടെ ഒരടിക്ക് വില എന്ന് പറയുന്നത് 56 രൂപയാണ് വരുന്നത്. സെക്കൻഡിന് വരുന്നത് 54 രൂപ. അങ്ങനെ 2 രൂപ മാറ്റത്തിലാണ് ഇവിടെ മെറ്റൽ എംസാൻഡൊക്കെ ഉള്ളത്. നമുക്കിത് കൊണ്ടുപോയിട്ട് ഇറക്കാനുള്ള സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടി തന്നെയാണ്. ഏകദേശം ഒരു ലോക്കൽ ഓട്ടാണ്. അത് നമുക്കൊരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലാണ് നമുക്കിന് ദൂരം ഓടാനുള്ളൂ. ഒരു ലോക്കൽ ഓട്ടമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഒന്ന് വെയിലടിച്ചപ്പോൾ തന്നെ നമ്മളെക്കാളും കൂടുതൽ പോലീസുകാർ എല്ലായിടത്തും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാൻ ഉണ്ടായിരുന്ന വഴിയിൽ കാലി വണ്ടി ആയതുകൊണ്ട് നമ്മൾ വിട്ടു. ഇല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒരു ഫൈൻ അടിക്കാൻ നോക്കിയാനെ. അപ്പം എന്തായാലും പോലീസുകാരൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വഴിക്കും ഓരോ സ്ഥലത്തുണ്ട്, RTO ആയിട്ടും എല്ലാവരും ഉണ്ട്. നമ്മുടെ മാനന്തവാടിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഈ യാർഡ് എന്ന് പറയുന്നത് ഈ എക്സൽ തന്നെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നമുക്ക് ഉള്ളത്. ബാക്കിയുള്ള യാർഡുകളിലൊക്കെ ഒന്നെങ്കിൽ സാധനം കുറവായിരിക്കും, അല്ലെങ്കിൽ വില കൂടുതലായിരിക്കും. അങ്ങനെയാണ്. പക്ഷേ ഇവിടെയാണ് ഉള്ളൊരു വണ്ടിക്കാരായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതും പിന്നെ വിലേൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്കാർ കുറച്ച് ദൂരം കൂടുതലായാലും വണ്ടിക്കാരൊക്കെ ഇവിടെ തന്നെയാണ് വന്നെടുക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നാമത് ഇവിടെ സാധനത്തിന് വില കുറവാണ്, പിന്നെ എപ്പോഴും സാധനം സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഈ യാർഡിൽ വരുന്ന ഓട്ടങ്ങൾ എല്ലാ വണ്ടിക്കാർക്കും അവർ അത്യാവശ്യം നല്ലോണം കൊടുക്കും. എല്ലാ വണ്ടിക്കാർക്കും മാറി കൊടുത്ത് എല്ലാവരും ഒരേപോലെ കൊണ്ടു നടക്കും. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും കുറച്ച് ദൂരം ആണെങ്കിൽ തന്നെ ഈ യാർഡിലേക്ക് വരുന്നത്. നമ്മുടെ ഈ ചാനലിൽ മെയിനായിട്ട് യാർഡും ടിപ്പർ വണ്ടികൾ അതിൻ്റേതായ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു വണ്ടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ടിപ്പറിന് ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ ഫീൽഡിനോട് താല്പര്യമുള്ളവർക്ക്, ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് കാണാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് നമ്മളിടുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സൈറ്റിലേക്കാണ്. സൈറ്റ് വരുന്നത് മാനന്തവാടി ടൗണിനോട് ചേർന്നതിനുള്ള ചെറ്റപ്പാലം വരടിമൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെയാണ് നമുക്കിന്ന് സാധനം ഇറക്കാനുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഇപ്പോൾ സൈറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ സൈറ്റിലേക്ക് തന്നെ എൻ്റെ വണ്ടിയിൽ നമ്മൾ ഹിറ്റാച്ചിയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഹിറ്റാച്ചി ഇറക്കിയിട്ട് അവിടെ അത് ചെറിയൊരു പണിയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി തിരിച്ച് എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ വണ്ടീനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും ആ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ, അതൊക്കെ ആ വണ്ടീനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ മനസ്സിലാവും.
പുല്ലി പോകുന്നുണ്ട്, പുല്ലി പോകുന്നുണ്ട്.